എന്റെ പൊന്ന് ശിവ, നീ ഒന്നും പറയണ്ടേ. ഓ തന്നെ വിറ്റെന്നൊക്കെ പറഞ്ഞാ തീർന്നിട്ടാണ്. നീ കൂടെ ആണായിരുന്നു. ഓ സംഭവം രണ്ടും പാവങ്ങള് തന്നെ. പൊടിക്ക് ഓവറാണ്, അത്രേ ഉള്ളൂ. ശരിടി, ശരി ശരി. ആ എന്താടി? അല്ല അല്ല, ആ കുഞ്ചേട്ടനെങ്ങാനും ഞാൻ അവിടെ നിൽക്കുന്ന കണ്ടു കഴിഞ്ഞ ചക്കരേ മുത്തേ പാർമോളെ ഇതൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ ഒന്ന് പിടിക്കും ചേട്ടാ. അതാണ് ഞാൻ പറഞ്ഞത്. അവർക്ക് നിന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് നിന്നെ കൊണ്ടുപോക്കട്ടാന്ന് എന്റെ അടുത്ത് ചോദിച്ച്. നീ അങ്ങ് പൊക്കോ, അതാണ് എന്റെ അഭിപ്രായം. എന്ത് പറയണ നീ? എന്നെ പറഞ്ഞോളാം ചേട്ടൻ എന്ത് ഇത്രയും നിർബന്ധം? ഒരു സമാധാനം കിട്ടാൻ ആരുടെ ആഗ്രഹിക്കത്തെ? ഓ അങ്ങനെ. മഴ വരുന്ന പോലെ തോന്നുന്നുണ്ട്. അത് രഞ്ജിച്ചേട്ടനാ. രഞ്ജിച്ചേട്ടാ ഇങ്ങോട്ടാ. എവിടെ കിടക്കണായിരുന്നു? തല്ല പപ്പടം പൊടിക്കണ പൊടിക്കട്ടെ. പാറു ചോദിച്ച് മേടിച്ചടേ. ഇത് കുഞ്ചേട്ടനായിരുന്ന? എന്താണ് രണ്ടുപേരും കൂടി പരിപാടി? പരിപാടി പ്രത്യേകിച്ചൊന്നുമില്ല, ഇങ്ങനെയാണ് സംസാരിച്ചോണ്ടിരിക്കായിരുന്നു. പറഞ്ഞോളൂ, നിങ്ങളുടെ കാര്യം എങ്ങനെയാണ്? ഇന്ന് പോവോ അതോ ഇനി പിന്നെ എപ്പോഴായാലും നാട്ടിൽ പോകുന്നുള്ളൂ? എങ്ങനെയാ? ഏതായാലും വന്ന സ്ഥിതിക്ക് കുറച്ചാള് നിന്നിട്ട് പോവാന്ന് വിചാരിച്ചു. മാമൻ എന്ന് പറഞ്ഞാൽ ഞങ്ങക്ക് ഭയങ്കര ജീവനാണേ, അതുകൊണ്ട് പയ്യെ പോവാന്ന് വിചാരിച്ചു. മാമൻ എന്ന് പറഞ്ഞാൽ അത്രയും കാര്യമാണ്. പിന്നെ മാമൻ കഴിഞ്ഞിട്ടുള്ള ബാക്കി എന്തും ഞങ്ങളെ പഠിപ്പിച്ച് ഈ നിലയിലൊക്കെ എത്തിച്ചത് മാമനാണ്. എന്താ സംസാരിച്ചോണ്ടിരിക്കണോടെ? അല്ല, നിങ്ങളെ പഠിപ്പിച്ച് ഈ നിലയിൽ എത്തിച്ചത് മാമനാണ് എന്ന് പറയുമായിരുന്നു. അതെ അതെ, അമ്മ ഞങ്ങളോട് ഒറ്റ കാര്യം പറഞ്ഞിട്ടുള്ളു, മരണം വരെ മാമനെ ദൈവത്തിനെ പോലെ ആണോന്ന്. അതുകൊണ്ട് ഞങ്ങക്ക് ഒറ്റ ദൈവമുള്ളു. ഏ ദൈവം? മാമൻ. എന്താണ് പറൂസേ? ചക്കട് ഇവളങ്ങടെ തട്ടിക്കൊണ്ടു പോയാലടാ. ഇവളങ്ങടെ ദത്തെടുക്കാല്ലേ? അത് നൈസായിരിക്കും. എങ്ങനെയുണ്ട്? എങ്ങനെ ഉണ്ടാവും അത്? എന്നെ കൊണ്ടുപോ. പിന്നെ കൊണ്ടുപോണ്ടേ? കൊണ്ടുപോട്ടെ. ശരിക്കും കൊണ്ടുപോ. പിന്നെ ഉറപ്പല്ലേ അത്? സംഭവം കുഴപ്പമില്ലാത്ത ആളൊരു പാവമാണ് കേട്ടാ. സിദ്ധുളനെ കാണുന്ന പോലെ തന്നെയാണ് അച്ഛൻ നമ്മളെല്ലാരും കാണുന്നത്. ഞങ്ങളുടെ ദൈവത്തിന് ദീർഘായുസ് കൊടുക്കണേ. ഏത് ദൈവത്തിന്? മാമന്. പാറന്നായിട്ട് പാട്ടോടോ? കൊള്ളാം, അതെന്തൊരു ചോദ്യം അത്. പാറു അല്ലേ ഈ വീടിന്റെ ഗായിക? കുഞ്ചു വന്നിട്ട് പാട്ടോടും. ഞാനല്ലട്ടോ, ഇവനാണ് പാടണ. ഇല്ലടാ, ഇവനാണ് പാടണ. എടി ഇവൻ ശരിക്കും പാടോടാ. ഇവൻ ശരിക്കും പാടുവാൻ. ഇവനാടാ പാട്ടുകാരൻ. കുഴപ്പമില്ല, രണ്ടുപേർക്കും പാടാല്ലോ. പാടുന്നോണ്ട് അങ്ങനെ പ്രത്യേകിച്ച് കുഴപ്പമുള്ള കേസൊന്നും അല്ലല്ലോ. നമുക്ക് വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം. ഒരു 6-6:30 ആകുമ്പോൾ തന്നെ എല്ലാവരുടെയും ഭാഗം ഒരു പാട്ട്, ഒരു ഡാൻസ്, പിന്നെ ബാക്കിയുള്ള കലാപരിപാടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൂടെ അങ്ങ് അറേഞ്ച് ചെയ്യാം. എന്താ പറയണത്? അങ്ങനെയാണെങ്കിൽ പൊളിക്കും. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, കുഴിപ്പളത്ത് അച്ഛനും അമ്മയും ഇതിനകത്ത് പങ്കെടുക്കുമെന്ന് അറിയത്തില്ല. എന്നാ പിന്നെ നിങ്ങളൊരു കാര്യം ചെയ്യോ, നിങ്ങൾ ഇതിന്റെ കാര്യം ഒന്ന് പോയി പറയോ അവരുടെ അടുത്ത്. അത് ഞങ്ങൾ പറഞ്ഞു സെറ്റായിക്കോളാം, നീ വിഷമിക്കണ്ട. സെറ്റ് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അവര് കേക്കുവോ? പിന്നല്ല, പിന്നെ അത് റെഡിയാക്കി തരാം. ഞങ്ങൾ ഇപ്പൊ തന്നെ പോയി പറയാം അങ്ങോട്ട്. ഓക്കെ, പോയിട്ട് വരാം. പാറോയ്, എന്തരത്? എന്തോന്ന്? ആ പുറകിലത്തെ ചുമപ്പോടുള്ള സാധനം. അതെനിക്ക് ആളെ തിരിച്ചറിയാൻ വേണ്ടി ഒട്ടിച്ചു വെച്ചതാ. ആ ഒട്ടിച്ചു വെച്ച ആളാണ് കുഞ്ചേട്ടൻ. നിന്റെ ബുദ്ധി ഉണ്ടല്ലോ, ബുദ്ധി. വിമാനമാണ്, വിമാനം. അല്ല, അപ്പൊ ഷർട്ട് മാറ്റുവാണെങ്കിൽ നീ എന്തി? അപ്പൊ വേറെ സ്റ്റിക്കർ ഒട്ടിക്കും. ഓ